ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകട സ്റ്റൈലിലുള്ള എഗ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തട്ടുകട ഫുഡ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടു നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ബിരിയാണി അരി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുക്ക് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരി എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 3 കോഴിമുട്ട. അത് നന്നായിട്ട് ഹാർഡ് ബോയിൽ ചെയ്തിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കിയിട്ട് സ്ലൈസാക്കി അരിഞ്ഞത്, നല്ല പഴുത്ത 2 തക്കാളി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക്, പിന്നെ 1/4 കപ്പ് അളവിൽ പുതിനയിലയും അത്ര തന്നെ അളവിൽ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. 4 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, അത്ര തന്നെ അളവിൽ ചെറിയ ജീരകവും കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേ ലീഫാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1/2 കപ്പ് തൈര്, നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ്. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള 3 മുട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു, കറുവപ്പട്ട, ബേ ലീഫ്, കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 2 സവാള അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇതോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ കളർ മാറി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ആയാൽ മതിയാകും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അവസാനം വരെ കോഴിമുട്ട നമ്മൾ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നില്ല. ഇതിൽ ഇട്ടുകൊണ്ട് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പുതിനയില, മല്ലിയില ഇവ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിലാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തൈരാണ്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇവ ചേർത്തിട്ട് മസാല ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മസാല നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ആയിട്ട് ഒരല്പം നാരങ്ങാനീര്, 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര്, പിന്നെ ഒരല്പം മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തട്ടുകട ഫുഡൊക്കെ നമ്മൾ ചൂടോടെ അല്ലേ കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമാവുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും, അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.